all. Today we will study about inductors. Inductor is basically a two-terminal passive ഇലക്ട്രിക്കൽ കമ്പോണൻറ്റ്. ഇൻഡക്ടർ എന്നത് ഒരു രണ്ട് ടെർമിനലുള്ള പാസീവായിട്ടുള്ള ഇലക്ട്രിക്കൽ കമ്പോണൻ്റ് ആണ്. ഇൻഡക്ടറിനെ നമുക്ക് കോയിൽ എന്നും വിളിക്കാം, അല്ലെങ്കിൽ അതിനെ റിയാക്ടർ എന്നും വിളിക്കാം. സോ ഇൻഡക്ടർ എന്തെന്ന് നമ്മൾ പഠിക്കും മുമ്പ് തന്നെ എന്താണ് ഇൻഡക്റ്റൻസ് എന്ന് മനസ്സിലാക്കണം. ഇൻഡക്റ്റൻസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ഒപ്പോസ് ദ ചേഞ്ച് ഓഫ് കറണ്ട്. ഒരു മെറ്റീരിയലിലൂടെയുള്ള കറണ്ടിൻ്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിക്ക് വിളിക്കുന്ന പേരാണ് ഇൻഡക്റ്റൻസ് എന്ന് വിളിക്കും, അല്ലേ? നമുക്കറിയാം, വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇറ്റ് വിൽ ജനറേറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ്. സോ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ദിസ് മാഗ്നറ്റിക് ഫീൽഡ് റിയാക്ട്സ് so as to oppose any change in current flow through the conductor. അതായത് ഇങ്ങനെ ജനറേറ്റ് ചെയ്യുക എന്ത് കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായത്? കറണ്ട് ഫ്ലോയുടെ ചേഞ്ച് കാരണം, അല്ലെ കറണ്ട് ഫ്ലോ കാരണം. അപ്പോൾ അങ്ങനെ ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് ആ സർക്യൂട്ടിലൂടെ അല്ലെ ആ കണ്ടക്ടറിലൂടെയുള്ള ചേഞ്ച് ഇൻ കറണ്ട് ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യും, ആ ക്രിയേറ്റ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ്. ഈ റിയാക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിന്, അല്ലെങ്കിൽ ദിസ് റിയാക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ട്രൈങ് ടു കീപ് ദ കറണ്ട് ഫ്ലോ അറ്റ് എ സ്റ്റഡി സ്റ്റേറ്റ് റേറ്റിംഗ്. അതായത് കറണ്ട് ഫ്ലോയിനെ ചേഞ്ച് ചെയ്യാണ്ട് അതിനെ ഒരു സ്റ്റഡി സ്റ്റേറ്റ് റേറ്റിംഗ് ആയിട്ട് നിർത്താൻ വേണ്ടി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആ ഒരു ഫിനോമിന, അല്ലെ ആ ഒരു റിയാക്ഷന് വിളിക്കുന്ന പേരാണ് ഇൻഡക്റ്റൻസ് എന്ന് വിളിക്കും. സോ അങ്ങനത്തെ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ആ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സിനെ നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞാൽ, ഇൻഡക്ടർ എന്താണ്? ഇറ്റ്സ് എ ബേസിക്കലി എ ടു ടെർമിനൽ ആയിട്ടുള്ള പാസീവ് ഇലക്ട്രിക്കൽ കമ്പോണൻ്റ് ആണ്. അതിനെ നമുക്ക് കോയിൽ എന്നും അല്ലെങ്കിൽ റിയാക്ടർ എന്നും വിളിക്കാം. ഇൻഡക്റ്റൻസ് എന്നത് ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ഒപ്പോസ് ദ ചേഞ്ച് ഇൻ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഇൻഡക്റ്റൻസ്. അപ്പം അത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി, ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ടർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇറ്റ് വിൽ ജനറേറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുകയും ദിസ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ റിയാക്ട് സോ ആസ് ടു ഒപ്പോസ് എനി ചേഞ്ച് ഇൻ കറണ്ട് ഫ്ലോ ത്രൂ ദ സർക്യൂട്ട് അല്ലെങ്കിൽ ത്രൂ ദ കണ്ടക്ടർ. സോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുമെന്നറിയാവോ? ആ കണ്ടക്ടറിലൂടെയുള്ള കറണ്ട് ഫ്ലോയുടെ ചേഞ്ചിനെ എപ്പോഴും ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കും. ദിസ് റിയാക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് trying to keep the current flow at a steady state rating is known as inductance of that particular conductor, and the force it developed is called induced EMF. സോ അങ്ങനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി അവിടെ ഡെവലപ്പ് ചെയ്ത ആ ഫോഴ്സിന് നമുക്ക് എന്ത് വിളിക്കാം? ഇൻഡ്യൂസ്ഡ് EMF എന്ന് വിളിക്കാം. ഓക്കെ, സോ കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു ടു ടെർമിനൽ ഡിവൈസ് ആണ് ഇൻഡക്ടർ എന്ന് പറയുന്നത്. സോ ഇലക്ട്രിക്കൽ കമ്പോണൻറ്റ് ദാറ്റ് എക്സിബിറ്റ് ഇൻഡക്റ്റൻസ് ഈസ് കോൾഡ് ഇൻഡക്ടർ എന്ന് വിളിക്കും. സോ ഇതാണ് ബേസിക്കലി ഒരു ഇൻഡക്ടറാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കോയിലാണ്, ഇതാണ് ഒരു ഇൻഡക്ടറാണ്, ഒരു ഫിസിക്കൽ സ്ട്രക്ചർ ഓഫ് ഇൻഡക്ടറാണ് കാണിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, കോയിൽ ഇങ്ങനെ വൗണ്ട് ചെയ്ത് എടുക്കുന്നതാണ് ഇൻഡക്ടറിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്നത്. സോ SI യൂണിറ്റ് ഓഫ് ഇൻഡക്ടർ എന്നത്, അല്ലെങ്കിൽ ഇൻഡക്റ്റൻസ് എന്നത് ഹെൻറിയാണ്. ഇൻഡക്റ്റൻസിനെ ക്യാപിറ്റൽ L എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇൻഡക്റ്റൻസ് എനർജി സ്റ്റോർ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ രൂപത്തിലായിരിക്കും. ദ എനർജി സ്റ്റോർഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ കോയിൽ ഈസ് ഗിവൺ ബൈ, അതിനെ WL എന്ന് നമുക്ക് വിളിക്കാം. WL ഈസ് ഈക്വൽ ടു ഹാഫ് LI² ആണ്. L എന്നത് ഇൻഡക്റ്റൻസും I എന്നത് ആ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടുമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഒരു ഇൻഡക്റ്റൻസിൻ്റെ ഒരു യൂണിറ്റ്, ഒരു സിംഗിൾ യൂണിറ്റ് നമുക്ക് 1 ഹെൻറി എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ 1 ഹെൻറിനെ ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം. സോ 1 ഹെൻറി ഓഫ് ഇൻഡക്റ്റൻസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നാണ് ഇനി പറയുന്നത്. ഇഫ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ എ സർക്യൂട്ട് ഈസ് 1 ആംപിയർ പെർ സെക്കൻഡ് ആൻഡ് ദിസ് റിസൾട്ട് ഇൻ ആൻ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഓഫ് 1 വോൾട്ട്. അതായത് ഒരു സർക്യൂട്ടിലൂടെയുള്ള കറണ്ടിൻ്റെ ചേഞ്ച് 1 ആംപിയർ പെർ സെക്കൻഡ് ആണെങ്കിൽ അതോടൊപ്പം തന്നെ അത് 1 വോൾട്ട് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ഇൻഡക്റ്റൻസ് എന്നത് 1 ഹെൻറി എന്ന് പറയാം. ഈ ഇൻഡക്ടർ കപ്പാസിറ്ററിൽ നിന്ന് വിപരീതമായിട്ട് ഇൻഡക്ടർ AC സിഗ്നലിന് ഹൈ ഇമ്പിഡൻസ് അല്ലെങ്കിൽ ഹൈ ഓപ്പോസിഷൻ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യും. DC-ക്ക് ലോ ഓപ്പോസിഷൻ ഫോഴ്സ് ആയിരിക്കും ഇൻഡക്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഡക്ടർ പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഇൻഡക്റ്റൻസ് ഓഫേർഡ് ബൈ ആൻ ഇൻഡക്ടറിനെ SL എന്ന് നമുക്ക് വിളിക്കാം. ആ S എന്നത് J⍵ ഒരു ഇൻഡക്ടറിൻ്റെ ഇൻഡക്റ്റൻസ് വാല്യൂ പല പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ആ ഒന്നാമത്തെ പാരാമീറ്റർ എന്നത് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിലാണ്. ഒന്നാമത്തെ പാരാമീറ്റർ നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽ. സോ ദ ഇൻഡക്റ്റൻസ് ഓഫ് എ ഇൻഡക്ടർ ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ. സോ ഒരു കോയിൽ ഇങ്ങനെ വൈൻഡ് ചെയ്ത് എടുക്കണമെന്ന് പറഞ്ഞു ഇൻഡക്ടർ. സോ ഇൻഡക്ടർ എന്താണ്? ഒരു കോയിൽ വൈൻഡ് ചെയ്ത് എടുക്കണമെന്ന് പറഞ്ഞു.
അപ്പം ഈ ഇൻഡക്ടറിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിയിട്ടുണ്ട്. അതിനകത്തൊരു കോയിൽ കാണും. ആ കോയിൽ എന്തിനു ചുറ്റുമായിരിക്കും? ഒരു കോറിന് ചുറ്റും ഇങ്ങനെ വൈൻഡ് ചെയ്ത് എടുക്കുന്നതായിരിക്കും ഒരു കോയിൽ. അപ്പോൾ ആ ഇൻഡക്ടറിൻ്റെ ഇൻഡക്റ്റൻസ് വാല്യൂ എന്നത് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിലിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ ഏരിയ ഓഫ് ദ കോയിലിനെ ഡിപ്പെൻഡ് ചെയ്യും, നേച്ചർ ഓഫ് ദ കോറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ ഇൻഡക്ടറിൻ്റെ ഇൻഡക്റ്റൻസ് വാല്യൂ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിലിനെ ഡിപ്പെൻഡ് ചെയ്യും, ഏരിയ ഓഫ് കോയിലിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ നേച്ചർ ഓഫ് കോറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇത്രയും കാര്യങ്ങളെയാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇൻഡക്ടറിൻ്റെ ഇൻഡക്റ്റൻസ് വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം ഇൻഡക്ടർ എന്താണെന്നും അതിൻ്റെ ഇൻഡക്റ്റൻസ് വാല്യൂ എന്താണെന്നും നമ്മളിപ്പം പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരു ഇൻഡക്ടറിനകത്ത് ബേസിക്കലി കോയിൽ കാണും. ആ കോയിൽ കോറിന് ചുറ്റുമായിരിക്കും വൈൻഡ് ചെയ്യുന്നത്. അപ്പം ബേസിക്കലി ഒരു ഇൻഡക്ടറിൽ ഒരു കോറും കാണും, അതിന് ചുറ്റും കോയിലും കാണും. ഓക്കെ, സോ ഒരു ഇൻഡക്ടറിൻ്റെ ഇൻഡക്റ്റൻസ് വാല്യൂവിനുള്ള ഇക്വേഷനാണ് എൽ എന്ന് വിളിക്കാം. എൽ എന്നത് എൻ സ്ക്വയർ മ്യൂ എ ബൈ എൽ ആണ്. എൻ എന്നത് നമ്പർ ഓഫ് ടേൺസും എ എന്നത് ഏരിയ ഓഫ് ദ കോയിലാണ്, എൽ എന്നത് ലെങ്ത് ആണ്, കോയിലിൻ്റെ ലെങ്ത് ആണ്. ഇവിടെ ഈ മ്യൂ എന്നത് പെർമിബിലിറ്റി ഓഫ് കോർ മെറ്റീരിയൽ ആണ്. അതെന്നത് മ്യൂ ആർ മ്യൂ സീറോ ആണ്. സോ മ്യൂ ഇസ് ഈക്വൽ ടു മ്യൂ ആർ മ്യൂ സീറോ ആണ്. മ്യൂ ആർ എന്നത് റിലേറ്റീവ് പെർമിബിലിറ്റിയും മ്യൂ സീറോ എന്നത് എന്താണ്? പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. സോ അപ്പോൾ നമ്മുടെ ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ എൽ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ മ്യൂ ആർ എൻ സ്ക്വയർ എ ബൈ എൽ ആണ്. മ്യൂ സീറോ മ്യൂ ആർ എൻ സ്ക്വയർ എ ബൈ എൽ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഡക്ടറിൻ്റെ സ്പെസിഫിക്കേഷൻസിനെ കുറിച്ചാണ്. ഇൻഡക്ടറിൻ്റെ ഒന്നാമത്തെ സ്പെസിഫിക്കേഷൻ എന്നത് നോമിനൽ ഇൻഡക്റ്റൻസ് ആണ്. ഒന്നാമത്തെ സ്പെസിഫിക്കേഷൻ നോമിനൽ ഇൻഡക്റ്റൻസ് ഓർ സിംപ്ലി ഇൻഡക്റ്റൻസ് വാല്യൂ എന്ന് വിളിക്കാം. സോ ഇൻഡക്ടർ സ്പെസിഫിക്കേഷനിൽ മെയിൻലി നോർമൽ ഒരു സ്പെസിഫിക്കേഷൻ ആണ് അതിൻ്റെ വാല്യൂ എന്നത്. സോ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ ആണ് ഈ നോമിനൽ ഇൻഡക്റ്റൻസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹെൻറിയിലോ മൈക്രോ ഹെൻറിയിലോ നാനോ ഹെൻറിയിലോ അതിനെ സ്പെസിഫൈ ചെയ്യാം. രണ്ടാമത്തെ സ്പെസിഫിക്കേഷൻ എന്നത് കറണ്ട് റേറ്റിംഗ് ആണ്. സോ കറണ്ട് റേറ്റിംഗ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ മാക്സിമം കറണ്ട് വിച്ച് ക്യാൻ ബി കണ്ടിന്യൂസ്ലി സപ്ലൈഡ് ടു ദ ഇൻഡക്ടർ അണ്ടർ എ ഗീവൺ സെറ്റ് കണ്ടീഷൻ. അതിനെയാണ് കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തൊരു കേസ് ടോളറൻസ് ആണ്. ടോളറൻസ് എന്ന് വെച്ചാൽ ഒരു ഗീവൺ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂവിൽ നിന്നും നമ്മൾ അലോ ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് വേരിയേഷനെയാണ്, സ്റ്റാൻഡേർഡ് പെർസെൻറ്റേജ് ഓഫ് വേരിയേഷനെയാണ് ടോളറൻസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മാക്സിമം ചേഞ്ച് ഇൻ ഇറ്റ്സ് ഇൻഡക്റ്റൻസ് ഓവർ എ സ്പെസിഫിക് ടെമ്പറേച്ചർ റേഞ്ച്. സോ മാക്സിമം ചേഞ്ച് ഇൻ ഇൻഡക്റ്റൻസിനെയാണ് എപ്പം ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ റേഞ്ചിൻ്റെ ചേഞ്ചിനുണ്ടാകുന്ന മാക്സിമം ഇൻഡക്റ്റൻസ് ചേഞ്ചിനെയാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ പാർട്സ് പെർ മില്യൺ PPM പെർ യൂണിറ്റ് ടെമ്പറേച്ചർ ചേഞ്ച് എന്നൊക്കെ നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാം. മറ്റൊരു കേസ് DC റെസിസ്റ്റൻസ് ആണ്. വേറെ ഒന്നുമില്ല, ഒരു DC സിഗ്നൽ ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്യുമ്പം ആ ഇൻഡക്ടർ പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് DC റെസിസ്റ്റൻസ് എന്ന് വിളിക്കും. സോ ഇത്രയായിരുന്നു ഡിഫറെൻറ്റ് സ്പെസിഫിക്കേഷൻ ഓഫ് ഇൻഡക്ടർ. അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡക്ടറാണ്. ഇൻഡക്ടറിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് അടുത്ത് നമുക്ക് പഠിക്കേണ്ടത്. സോ ബേസ്ഡ് അപ്പോൺ ഞാൻ പറഞ്ഞു, ബേസിക്കലി ഒരു ഇൻഡക്ടറിനകത്ത് ഒരു കോറ് കാണും. എന്താണ്? ഒരു കോറ് കാണും. ആ കോറിന് ചുറ്റും നമ്മൾ കോയിൽ വൗണ്ട് ചെയ്തെടുക്കും. സോ ബേസിക്കലി ഇൻഡക്ടറിൽ കോർ കാണും, അതുപോലെ തന്നെ കോയിലും കാണും. സോ ഇൻഡക്ടേഴ്സ് ആർ ക്ലാസിഫൈഡ് മെയിൻലി ടു ടൈപ്സ്. ദേ ആർ ഫിക്സഡ് ഇൻഡക്ടർ ആൻഡ് വേരിയബിൾ ഇൻഡക്ടർ. In the case of fixed inductor, inductance value is fixed, the user cannot change it. In the case of variable inductor, the inductance value can be changed during its operation. ഓപ്പറേഷൻ ടൈമിൽ യൂസർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഇൻഡക്റ്റൻസ് വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം ഫിക്സഡ് എന്നും വേരിയബിൾ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫിക്സഡ് ഇൻഡക്ടറിനെ ഫർദർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ടൈപ്പ് ഓഫ് കോർ. കോറിൻ്റെ അടിസ്ഥാനത്തിൽ ഫിക്സഡ് ഇൻഡക്ടറിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എയർ കോർ ഇൻഡക്ടർ എന്നും, എന്താണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ? എയർ കോർ ഇൻഡക്ടറാണ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ അയൺ കോർ ഇൻഡക്ടറും, മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഫെറൈറ്റ് കോർ ഇൻഡക്ടർ എന്നും വിളിക്കും. സോ ഇൻഡക്ടേഴ്സ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് കോർ. ദേ ആർ എയർ കോർ ഇൻഡക്ടർ, അയൺ കോർ ഇൻഡക്ടർ, ലാസ്റ്റ് വൺ ഫെറൈറ്റ് കോർ ഇൻഡക്ടർ. ഒരു എയർ കോർ ഇൻഡക്ടറിൻ്റെ സിമ്പിളാണ് ഇവിടെ ആദ്യം കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ അയൺ കോർ ഇൻഡക്ടറും, മൂന്നാമത് കാണിച്ചിരിക്കുന്നത് ഫെറൈറ്റ് കോർ ഇൻഡക്ടറാണ്. ഓക്കെ, സോ എയർ കോറിൻ്റെ കേസിൽ എയർ കോറിൻ്റെ സിമ്പിൾ കണ്ടല്ലോ. എയർ കോറിനകത്ത് ഈ ഫോർമർ എന്നത് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിരിക്കും. ഫോർമർ എന്നത് ആ ഉള്ളിലുള്ള അതിനെയാണ് ഫോർമർ എന്ന് വിളിച്ചത്. ആ ഫോർമറിന് ചുറ്റുമാണ് നമ്മൾ കോയിൽ വൈൻഡ് ചെയ്യുന്നത്.
ഈ ഫോർമർ എന്നത് ഒരു ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും, ലൈക്ക് കാർബോർഡോ അല്ലെ സെറാമിക്കോ പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എയർ കോറിനകത്ത്. ഈ ഫോർമറിനുള്ളിൽ ഫോർമറിനുള്ളിൽ എയർ ആയിരിക്കും. സോ ഇൻ എയർ കോർ ടൈപ്പ് എയർ ഈസ് ഇൻസൈഡ് ദ കോർ ഓർ ഇൻസൈഡ് ദ ഫോർമർ എന്തായിരിക്കും, എയർ ആയിരിക്കും. എയർ കോർ ടൈപ്പിനാണ് ഏറ്റവും കുറവ് ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ടേൺസ് പെർ നമ്പർ ഓഫ് ടേൺസ് ഉള്ളത് എയർ കോറിനായിരിക്കും. ഒരു പർട്ടിക്കുലർ ലെങ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഏറ്റവും ഇൻഡക്റ്റൻസ് വാല്യൂ കുറവുള്ളത് എയർ കോറിനായിരിക്കും. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ സിൻസ് ഇൻ എയർ എന്നത് മാഗ്നറ്റിക് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യണതിനെ പ്രോപ്പർലി എന്ത് ചെയ്യല, ലിങ്ക് ചെയ്യല. എല്ലാ ഏരിയയിലേക്കും ഇതിനുള്ളിൽ എയർ ആയതുകൊണ്ട് പ്രോപ്പർലി ലിങ്ക് ചെയ്യല. അതുകൊണ്ട് എല്ലായിടത്തും എന്ത് കിട്ടിയല്ല, ഒരു പർട്ടിക്കുലർ ഇൻഡക്റ്റൻസ് വാല്യൂ കിട്ടില്ല. ഇതുകൊണ്ടാണ് എയറിന് എന്താണെന്ന് പറയാൻ നമുക്ക് എയർ കോറിനകത്ത് ഇൻഡക്റ്റൻസ് വാല്യൂ കുറവാണ്. ഓക്കെ, അതായത് എയർ കോർ ഇൻഡക്ടറിനകത്ത് മാഗ്നറ്റിക് ലൈൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ചേഞ്ച് ഇൻ കറണ്ട് ഡസ് നോട്ട് ലിങ്ക് വിത്ത് എവറി ടേൺസ് ഓഫ് ദ കോയിൽ. എയർ ആണ് അതിനെ എന്ത് ചെയ്യേണ്ടത്, കൺവേ ചെയ്യേണ്ടത്. പക്ഷേ എയർ എല്ലായിടത്തേക്കും അതിനെ ലിങ്ക് ചെയ്യല. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത മാഗ്നറ്റിക് ലൈൻസ് പലയിടത്തും ലോസ് ആയിപ്പോകും. അതുകൊണ്ട് ആ ഒരു സ്പേസിൽ ഇൻഡക്റ്റൻസ് വാല്യൂ കുറയും. അതാണ് എയർ കോറിൻ്റെ കേസിൽ. എയർ കോറിൻ്റെ ഉള്ളിൽ ഫോർമറിനുള്ളിൽ എന്തായിരിക്കും, എയർ ആയിരിക്കും. അല്ലെ കോർ എന്തായിരിക്കും, എയർ ആണ്. അതാണ് ഒന്നാമത്തെ സിമ്പിൾ. രണ്ടാമത്തത് അയൺ കോർ ആണ്. അയൺ കോർ ആ പേര് പറയുന്നത് പോലെ തന്നെയാണ്. ഇൻ അയൺ കോർ ഇൻഡക്ടർ ദ സ്പേസ് ഇൻസൈഡ് ദ ഫോർമർ ഓഫ് ദ കോയിൽ ഈസ് ഫിൽഡ് വിത്ത് സോളിഡ് അയൺ ഓർ ലാമിനേറ്റഡ് അയൺ ആയിരിക്കും. സോ അയൺ കോറിനകത്ത് ഫോർമറിനുള്ളിൽ എന്തായിരിക്കും, സോളിഡ് അയൺ ഓർ ലാമിനേറ്റഡ് ആയിട്ടുള്ള അയൺ ആയിരിക്കും. സോ അയൺ എന്നത് എന്താണ്, ഇറ്റ്സ് എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് വിച്ച് പ്രൊവൈഡ് ദ ഈസിയർ പാത്ത് ഫോർ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കോയിൽ. സോ എയറിനേക്കാൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈനെ ഈസി ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത് അയൺ ആണ്. അതുകൊണ്ട് എയറിനേക്കാൾ ഇൻഡക്റ്റൻസ് വാല്യൂ കൂടുതൽ ആരായിരിക്കും, അയൺ കോറിനുണ്ടായിരിക്കും. സോ അയൺ എന്നത് ഫെറോമാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് which provide the easier path for magnetic flux produced by the current flowing through the coil. അതുകൊണ്ട് അവിടുത്തെ എന്ത് കൂടും, ഇൻഡക്റ്റൻസ് കൂടും. സോ along with this flux line അയൺ ഓൾസോ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫ്ലക്സ്. അതായത് അവിടുത്തെ കറണ്ട് ഫ്ലോയുടെ ചേഞ്ച് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് പുറമെ ഈ അയൺ കോറിൻ്റെ അയണും എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും, മാഗ്നറ്റിക് ഫ്ലക്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. And which will add with the total flux line, so the inductance of the coil increasing. So already current vary ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻ ഉണ്ടായി, അതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു ഇൻഡക്റ്റൻസ് കിട്ടി. അതുപോലെ തന്നെ ഈ കോറിൽ ഉപയോഗിച്ചിരിക്കുന്ന അയൺ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും, മാഗ്നറ്റിക് ഫ്ലക്സ് ലൈനെയും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് എന്നത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. അതിൻ്റെ ഫലമായിട്ടുള്ള ഇൻഡക്റ്റൻസ് എന്നത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. സോ ഇവിടെ in order to reduce the eddy current loss, iron is laminated and ഇവിടെ എഡ്ഡി കറണ്ട് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഈ അയൺ കോറിനകത്ത്. അതുകൊണ്ട് അയൺ ലാമിനേറ്റ് ചെയ്യും. അതുപോലെ തന്നെ തിൻ ഷീറ്റൊക്കെ ആയിട്ടാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ആ ലാമിനേറ്റ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഇൻഡക്ടറിനെ അല്ലെ അയൺ കോർ ഇൻഡക്ടറിനെ നമുക്ക് ചോക്ക് എന്ന് വിളിക്കാം. ഓക്കെ, ഈ അയൺ കോർ ഇൻഡക്ടർ പ്രധാനമായിട്ടും ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. അയൺ കോർ ഇൻഡക്ടർ പ്രധാനമായിട്ടും ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷന് യൂസ് ചെയ്യും. എയർ കോർ പ്രധാനമായിട്ടും ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. സോ അയൺ കോറിൻ്റെ സിമ്പലും നോക്കുക. എയർ കോറിൻ്റെ മുകളിൽ രണ്ട് സോളിഡ് ആയിട്ടുള്ള ലൈൻസും കൂടി കാണിച്ചിരിക്കുന്നത്, അതാണ് അയൺ കോർ ഇൻഡക്ടർ. മൂന്നാമത്തെ ടൈപ്പ് ഫെറൈറ്റ് കോർ ഇൻഡക്ടറാണ്. അതിൻ്റെ സിമ്പൽ നോക്കുകയും ഇതാണ് ഫെറൈറ്റ് കോറിൻ്റെ സിമ്പൽ. ഒരു ഇൻഡക്ടറിൻ്റെ സിമ്പൽ വരയ്ക്കുക, അതിൻ്റെ മുകളിൽ രണ്ട് ലൈൻ വേണം. അത് സോളിഡ് ലൈനാണ്, ബട്ട് ഡോട്ടഡ് സോളിഡ് ലൈനാണ് അവിടെ നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, മൂന്നാമത്തെ ടൈപ്പ് ഫെറൈറ്റ് ആണ്, ഫെറൈറ്റ് കോറാണ്. ഈ ഫെറൈറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. അതിൻ്റെ സിമ്പൽ നമ്മൾ മനസ്സിലാക്കി. എന്താണ് ഫെറൈറ്റ്? ഫെറൈറ്റ് കോർ ഇൻഡക്ടർ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് കോപ്പർ വയർ വൗണ്ട് ഓൺ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ കോൾഡ് ഫെറൈറ്റ്. സോ ഫെറൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ അയൺ ഓക്സൈഡിനെ ഒരു മെറ്റൽ അയൺസുമായിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഈ ഫെറൈറ്റ് ഫോം ചെയ്യുന്നത്. ഇത്തരം ഫെറൈറ്റ് ആയിരിക്കും ഇവിടെ കോറായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. So when coil of wire is wounded on solid this ferrite material, we will get എന്ത് കിട്ടും? ഫെറൈറ്റ് കോർ ഇൻഡക്ടർ കിട്ടും. അതിന് മിനിമം എഡ്ഡി കറണ്ട് ആയിരിക്കും. ഏറ്റവും എഡ്ഡി കറണ്ട് കുറവുള്ളത് ഈ ഫെറൈറ്റ് കോർ ഇൻഡക്ടറിനായിരിക്കും. ഹൈ മാഗ്നറ്റിക് പെർമിബിലിറ്റി ആയിരിക്കും ഈ ഫെറൈറ്റിനുള്ളത്. ദിസ് ഇൻഡക്ടർ ക്യാൻ ബി യൂസ്ഡ് ഫ്രം ഓഡിയോ റേഞ്ച് ടു റേഡിയോ ഫ്രീക്വൻസി വരെ യൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഫെറൈറ്റ് കോർ ഇൻഡക്ടർ.
ഇൻ അടുത്ത് നമ്മൾ മനസ്സിലായി അപ്പം ഫിക്സഡ് ഉണ്ട് വേരിയബിളും ഉണ്ടെന്ന്. ഫിക്സഡിനകത്ത് 3 ക്ലാസിഫിക്കേഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ടൈപ്പ് ഓഫ് കോർ, എയർ കോർ, അയൺ കോർ, ഫെറൈറ്റ് കോർ. അടുത്തൊരു കാറ്റഗറിയും കൂടി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഏതായിരുന്നു? വേരിയബിൾ ഇൻഡക്ടർ. ഇൻ വേരിയബിൾ ടൈപ്പ് ഫെറൈറ്റ് കോർ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഫെറൈറ്റ് കോർ എന്ത് ചെയ്യും? ഉള്ളിൽ, അതായത് ഈ ഫോർമറിനുള്ളിൽ അല്ലെങ്കിൽ കോറായിട്ട് ഫെറൈറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഫെറൈറ്റോ ഒന്നും ഇല്ലെങ്കിൽ അത് എന്തായിരിക്കും? എയർ കോറാണ്. എയർ കോറിന് മിനിമം ഇൻഡക്റ്റൻസാണ് ഉള്ളത്. ഫെറൈറ്റ് ഒക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് മാക്സിമം ഇൻഡക്റ്റൻസ് കിട്ടും. പക്ഷേ ഈ വേരിയബിൾ ഇൻഡക്ടറിനകത്ത് ഈ കോറിന് ഉള്ളിലുള്ള ഫെറൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അപ്പോൾ ഈ ഫെറൈറ്റ് കംപ്ലീറ്റ്ലി ഈ കോയിലിൻ്റെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എയർ ആയി പോകും. അപ്പോൾ അതിന് മിനിമം ഇൻഡക്റ്റൻസ് കിട്ടും. അപ്പോൾ ഈ ഫെറൈറ്റ് കംപ്ലീറ്റ്ലി ഈ കോറിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇൻഡക്റ്റൻസ് കിട്ടും. സോ വേരിയബിൾ ഇൻഡക്ടർ അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ് വേരിയബിൾ ഇൻഡക്ടർ എന്നും കൂടി നമുക്ക് നോക്കാം. സോ വേരിയബിൾ ഇൻഡക്ടേഴ്സ്, ഇതാണ് വേരിയബിൾ ഇൻഡക്ടറിൻ്റെ സിമ്പൽ. അതായത് ആ ഇൻഡക്റ്റൻസ് വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേരി ചെയ്യാൻ പറ്റും. സോ വേരിയബിൾ ഇൻഡക്ടർ ഗീവ്സ് വേരിയേഷൻ ഇൻ ഇൻഡക്റ്റൻസ് വാല്യൂ. വേരിയബിൾ ഇൻഡക്ടർ യൂഷ്വലി യൂസ് ഫെറൈറ്റ് കോർ ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദേ ആർ ഹോളോ ഫോർമർ ആണ് ഓൺ വിച്ച് കോയിൽ ഈസ് വൗണ്ടഡ്. ആ ഫോർമറിന് ഉള്ളിൽ ഒരു സ്ക്രൂ ത്രെഡ് മെക്കാനിസം കാണും. ആ സ്ക്രൂ എന്നത് ഈ ഫോർമറും അതുപോലെ തന്നെ ഇതിനുള്ളിൽ നമ്മൾ ഫെറൈറ്റ് വെക്കും. അതുമായിട്ടൊരു സ്ക്രൂ മെക്കാനിസം ആയിരിക്കും. അതുപോലെ തന്നെ സിമിലർ മാച്ചിങ് ത്രെഡ്സ് വെളിയിലും കാണും. നമ്മൾ ഈ സ്ക്രൂ തിരിക്കണതിനനുസരിച്ച് ഈ ഫെറൈറ്റ് ഈ കോറിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ഓക്കെ, അപ്പം ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ദ ഫെറൈറ്റ് ഇൻസൈഡ് ദ ഫോർമർ ദ വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ് ചേഞ്ച് ചെയ്യും. സോ ആ സ്ക്രൂ നമ്മൾ തിരിച്ചിട്ട് ഫെറൈറ്റിനെ ഈ കോറിനുള്ളിൽ കംപ്ലീറ്റ് കയറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് കൂടും? അവിടുത്തെ ഇൻഡക്റ്റൻസ് വാല്യൂ കൂടും. സോ ഇൻഡക്റ്റൻസ് വാല്യൂ വിൽ ബി മാക്സിമം വെൻ ദ ഫെറൈറ്റ് കോർ ഈസ് fully in and will be minimum when the ferrite core is completely out from the former. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിനെക്കുറിച്ച് പഠിക്കേണ്ടത്? നമ്മൾ ഇൻഡക്ടറിനെ കുറിച്ച് പഠിക്കേണ്ടത്. താങ്ക് യു.